നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ 2 ഇക്വേഷൻസ് എന്നുള്ള പാർട്ടാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വേരിയബിൾസിൻ്റെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കാം. പേജ് നമ്പർ 11 തൊട്ട് പേജ് നമ്പർ 15 വരെയുള്ള പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദ പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 110 rupees. The price of 2 pens and 5 notebooks is 170 rupees. What is the price of a pen and a notebook? Price of a pen x ആയിട്ട് എടുക്കാം. Price of a pen x. Price of a notebook അത് y ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 pens and 3 notebooks. അതിന്റെ പ്രൈസ് എത്രയാണ്? 110. അപ്പൊ 2 പെൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൈസ് എന്ത് വരും? 2 into x. 2x പ്ലസ് 3 നോട്ട്ബുക്ക്. 3 നോട്ട്ബുക്കിന്റെ പ്രൈസ് എന്ത് വരും? 3y is equal to 110. ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 pens and 5 notebooks. അപ്പോൾ വീണ്ടും 2 pens 2x plus 5 notebooks 5 into y 5y is equal to 170 rupees. 170 rupees. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്യുക, അതായത് ഏതെങ്കിലും ഒന്നിനെ കളയുക. അപ്പം ബാക്കി ഉള്ളത് ഒരു വേരിയബിൾ ആയിട്ട് മാത്രം വരും, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കോഎഫിഷ്യന്റ് നോക്കുക. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? എക്സിന്റെ കൂടെ വരുന്നത് ഇവിടെ 2 ആണ്, ഇതിലും 2 ആണ്. വൈയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇവിടെയാണെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ് y ആണ്. അപ്പൊ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ഇക്വേഷനിലും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സെയിം ആയിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് മൈനസ് ചെയ്താൽ പോരെ, കുറച്ചാൽ പോരെ, ആ ടേം 0 ആയി പോവാൻ. ഇനി ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കുറക്കണോ അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറക്കണോ എന്നുള്ളൊരു ഡൗട്ട് വരാം. എങ്ങനെ കുറച്ചാലും ആൻസർ കിട്ടും. പക്ഷേ ചെറുതിൽ നിന്ന് വലുത് കുറക്കുമ്പോൾ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ചിലവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനത്തെ തെറ്റ് ഒഴിവാക്കാനായിട്ട് റൈറ്റ് സൈഡ് നോക്കിയേ, ഇവിടെ 170ഉം ഇവിടെ 110ഉം ആണ്. അപ്പം 170ൽ നിന്ന് 110 കുറക്കുന്നതല്ലേ എളുപ്പം. അപ്പം നമുക്ക് 2ൽ നിന്ന് 1 കുറക്കാം. അപ്പം ഇക്വേഷൻ 1 ഒന്നുകൂടെ ഞാൻ എടുത്ത് എഴുതുകയാണ്. 2 ഇവിടെ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 1 ഒന്നുകൂടെ താഴെ എടുത്ത് എഴുതുകയാണ്. ഈക്വൽ ടു 110. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 gives 2x minus 2x എന്നാണ് 0. 5y minus 3y 2y. ഇവിടെ 2y കിട്ടും. 170 minus 110 എന്താണ്? 60. Therefore y is equal to 60 divided by 2 30. അപ്പോൾ y കിട്ടി. y എന്താണ്? നോട്ട്ബുക്കിന്റെ പ്രൈസ്. നോട്ട്ബുക്കിന്റെ പ്രൈസ് 30 rupees കിട്ടി. ഇനി ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അത് ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 2x പ്ലസ് 3 into y. 3 into y എന്താണ്? 30 is equal to 110. 2x plus 90 is equal to 110. 2x is equal to 110 minus 90. അതായത് ഇവിടെ 20 വരും. Therefore x is equal to എന്ത് വരും? 20 divided by 2 10. അപ്പോൾ എക്സും കിട്ടി വൈയും കിട്ടി. അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ എന്താണ്? അതുപോലെ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്. പ്രൈസ് ഓഫ് എ പെൻ പ്രൈസ് ഓഫ് എ പെൻ എക്സ് ആണ്, 10 rupees. 10 rupees. അതുപോലെ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് എന്താണ്? y 30 rupees. അപ്പൊ എങ്ങനെയാണ് 2 ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ല. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം.
The price of 3 pencils and 4 pens is 66 rupees and the price of 6 pencils and 3 pens is 72 rupees. What is the price of each? Price of 3 pencils and 4 pens is 66 rupees and price of 6 pencils and 3 pens is 72 rupees. അതായത് 3 പെൻസിലും 4 പെന്നിന്റെ പ്രൈസ് 66 rupees ആണ്. അപ്പോൾ പെൻസിലിന്റെ പ്രൈസ് എക്സ് ആയിട്ടും പെന്നിന്റെ പ്രൈസ് വൈ ആയിട്ടും എടുക്കാം. പ്രൈസ് ഓഫ് പെൻസിൽ എക്സ്, പ്രൈസ് ഓഫ് പെൻ വൈ. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പെൻസിലും 4 പെന്നും 66 rupees. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? 3 pencils that is 3x, 4 pen അതിന്റെ പ്രൈസ് 4 into y, 4y is equal to 66. അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്തല്ലേ, അതിന് ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വരും? പ്രൈസ് ഓഫ് 6 pencils and 3 pens. 6 pencils എന്താണ്? 6x, 3 pen 3y, 6x plus 3y, 72 rupees. 72 ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനും നോക്ക്. ഇവിടെ കോഎഫിഷ്യൻസ് നോക്കാം. എക്സിന്റെ കോഎഫിഷ്യന്റ് ആദ്യത്തെ ഇക്വേഷനിൽ 3 ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ 6 ആണ്. ഇതിലാണെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 4 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ എങ്ങനെ സോൾവ് ചെയ്യാം? കോഎഫിഷ്യൻസ് സെയിം അല്ലാതെ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം നോക്കാം. ഇവിടെ ഞാനിവിടെ എടുത്തെഴുതുന്നുണ്ട് എക്സും വൈയുടെയും കോഎഫിഷ്യൻസ്. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്, വൈയുടെ കോഎഫിഷ്യന്റ് 4 ആണ്. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 6 ആണ്, വൈയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്നിനെ കളയണമെങ്കിൽ അതിന്റെ രണ്ട് ഇക്വേഷനിലും അതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപ്പോ 2x, രണ്ട് ഇക്വേഷനും 2x തന്നെയായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒന്നിൽ 3x ആണ് വരുന്നത്, രണ്ടാമത്തേല് 6x ആണ്. അപ്പൊ രണ്ടിലും കോഎഫിഷ്യന്റ് സെയിം ആക്കണം. ഇപ്പൊ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആക്കണം. എക്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ 6 ആക്കണമെങ്കിൽ ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവുമല്ലോ. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്സിന് ഈ 3xന്റെ കോഎഫിഷ്യന്റിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ഈ ഫുൾ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 6x ആവും. ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇക്വേഷൻ 1നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 1ലെ എക്സ് ടേം എന്താണ്? 3x. ഇക്വേഷൻ 2ൽ 6x. അപ്പൊ ഈ 6x ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3xനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു ടേമിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാവൂല. ആ ഇക്വേഷൻ ഫുള്ളായിട്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇക്വേഷൻ 1 into 2 ഗിവ്സ് എന്താണ്? 3x into 2 6x. അതുപോലെ പ്ലസ് 2 into 4y 8y is equal to 2 into 66. 2 into 6 is 66, 132 വരും. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിന് വേറെ പേര് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയി. ഇതിൽ 6x ആണ്, ഇതിലും 6x. അപ്പൊ മൈനസ് ചെയ്താൽ ഈ ടേം അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും. പിന്നെ വൈ ടേം മാത്രം വരുള്ളൂ. അപ്പൊ നമുക്ക് അത് വൈ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ 2ൽ നിന്ന് 3 മൈനസ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും, മൂന്നാമത്തേന്ന് 2 മൈനസ് ചെയ്താലും ആൻസർ കിട്ടും. പക്ഷെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ ഒന്ന് 132 ആണ്, ഒന്ന് 72. 132 72 മൈനസ് ചെയ്യുന്നതായിരിക്കുമല്ല കുറച്ചുകൂടി എളുപ്പം. ഇക്വേഷൻ ഇവിടെ ആദ്യം ഇക്വേഷൻ 3 ആണ് എഴുതുന്നത്. 6x plus 8y is equal to 132. ഇത് ഇക്വേഷൻ നമ്പർ
3. ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ് കേട്ടോ. അതുപോലെ ഇക്വേഷൻ നമ്പർ 2 എഴുതാം. 6x പ്ലസ് 3y. 3y is equal to 72. ഇത് നേരത്തെയുള്ള നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇത് 8y ആണ് 8. ഇനി എന്ത് ചെയ്യണം? 3 minus 2. Equation 3 minus 2 gives 6x minus 6 is 0. 8y minus 3y എന്ത് വരും? 5y is equal to 132 minus 72 60 വരും. അപ്പൊ ഇത് നമുക്ക് y കണ്ടുപിടിക്കാമല്ലോ. y is equal to 60 divided by 5, അതായത് 12. y കിട്ടി. y എന്താണ്? പെൻസിലാണ്. പെൻസിലിന്റെ കോസ്റ്റ് 12 രൂപ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെന്നിന്റെ പ്രൈസ് കണ്ടുപിടിക്കണം. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കണം. അതിൽ നമുക്ക് ഈ y is equal to 12 എന്നുള്ള വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 3x പ്ലസ് 4 ഇൻറ്റു y. y എന്താണ്? 12 is equal to 66. 3x plus 48, 66. 3x is equal to 66 minus 48, 18. Therefore, x is equal to 18 divided by 3. അതായത് 6 വരും. x എന്താണ്? പെന്നാണ് അല്ലേ? സോറി, പെൻസിലാണ്. പെൻസിലിന്റെ പ്രൈസ് 6 rupeesഉം പെന്നിന്റെ പ്രൈസ് 12 rupeesഉം. ഞാൻ നേരത്തെ പറയുമ്പോൾ മാറിപ്പോയി തോന്നുന്നു കേട്ടോ. എക്സ് എന്താണ്? പെൻസിലാണ്. പ്രൈസ് ഓഫ് 6 rupees. പ്രൈസ് ഓഫ് പെൻ 12 rupees. അടുത്ത പ്രോബ്ലം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 centimeters. Another rectangle is with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first rectangle? രണ്ടാമത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 centimeters. എന്താണ് പെരിമീറ്റർ? അത് നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിളിന് ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും അല്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡും കൂടെ കൂട്ടുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 centimeter. അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത് ഹാസ് പെരിമീറ്റർ 62. അപ്പൊ ഇവിടെ ലെങ്ത് എക്സ് ആയിട്ടും ബ്രെഡ്ത്ത് വൈ ആയിട്ടും എടുത്ത്. അപ്പൊ ഇതും എക്സ്, ഇത് y. പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു പഠിച്ചിട്ടുണ്ടല്ലേ, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് ഈ 4 വശങ്ങളും കൂടെ കൂട്ടുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ. 2 പ്രാവശ്യം നീളവും വരും, 2 പ്രാവശ്യം വീതിയും വരും. അതാണ് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ള ഫോർമുല വരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാം? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇതാണ് ജനറൽ ഇക്വേഷൻ വരുന്നത് ഒരു പെരിമീറ്ററിന്റെ. ഇവിടെ ആദ്യത്തെ പെരിമീറ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ റെക്റ്റാങ്കിളിലെ പെരിമീറ്റർ 26 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു എക്സ്, ഇതിന്റെ പെരിമീറ്റർ 26 ആണ്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26. എക്സ് പ്ലസ് വൈ, ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഇവിടെ ഇൻറ്റു അല്ലേ, അപ്പൊ 26 ഡിവൈഡഡ് ബൈ 2 13. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 13 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. അതൊരു ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത് ത്രൈസ് ദ ബ്രെഡ്ത്ത്. ലെങ്ത് 2 ഇരട്ടിയും ബ്രെഡ്ത്ത് 3 ഇരട്ടിയും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ വരച്ചു.
ടോയ്സ് ദ ലെങ്ത്, ഇതാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടോയ്സ്, രണ്ടിരട്ടി, ഡബിൾ ആണ്. അപ്പൊ 2x, 2 × x ആണ്. അതുപോലെ ബ്രെഡ്ത്ത് ത്രൈസ് ആണ്, 3 ഇരട്ടി. ഇവിടെ y ആണ് ബ്രെഡ്ത്ത്, അപ്പൊ ഇവിടെ 3y, 3 ഇരട്ടി എന്നുള്ളത് അല്ലെങ്കിൽ ത്രൈസ് എന്നുള്ളത് 3 × y, 3y എന്ന് വരും. അപ്പൊ ഇത് 2x, ഇത് 3y. ഇതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലോ, p = 62 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? p = 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ലെങ്ത് എന്താണ് ഇവിടെ? 2x പ്ലസ് ബ്രെഡ്ത്ത് എന്താണ്? 3y = 62. 2x പ്ലസ് 3y = 62. ഇവിടെ ഇൻറ്റു 2, ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അതെന്ത് വരും? 31. 2x പ്ലസ് 3y = 31. ഇത് ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടി, x പ്ലസ് y. രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്, 2x പ്ലസ് 3y = 31. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി സോൾവ് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് നോക്കണം. അതിന് നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കാം, എക്സും വൈയും. എക്സിന്റെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 1 ആണ്. അതുപോലെ വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. കോഎഫിഷ്യന്റ് ഓർക്കുന്നുണ്ടല്ലോ, എക്സിന്റെ കൂടെ വരുന്നത് എന്താണ്, വൈയുടെ കൂടെ വരുന്നത് എന്താണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, വൈയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ കോഎഫിഷ്യന്റ് രണ്ടിലും തുല്യമായിട്ട് വരുന്നുണ്ടാന്ന് നോക്കാം. ഇവിടെ തുല്യമായിട്ടല്ല, ഇതിൽ എക്സിന്റെ 1 ആണ്, ഇതിൽ 2 ആണ്. ഇതിൽ വൈയുടെ 1 ആണ്, വൈയുടെ 3 ആണ് രണ്ടാമത്തേല്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കണം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ 2 ആണ്. അപ്പൊ ഇതിനെ ഇൻറ്റു 2 ചെയ്താൽ പോരെ? ഈ 2 × 1 ചെയ്താൽ 2 വരൂലേ? അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 × 2 gives 2 × x, 2x plus 2 × y, 2y, 2 × 13, 26. 2x plus 2y = 26. അത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. അടുത്തൊരു ഇക്വേഷൻ ആണല്ലോ. ഇപ്പൊ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയി, 2 ആണ് രണ്ടിലും. ഇനി മൈനസ് ചെയ്താൽ മതി. 2 - 3, ഇതിപ്പോ 31 ആണ്, 26. അപ്പൊ 2 ന്ന് 3 മൈനസ് ചെയ്താൽ മതി. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 3 gives 2x - 2x 0, 3y - 2y, 1y. y എന്ന് എഴുതിയാൽ മതി, 1 ഇടേണ്ട ആവശ്യമില്ല, ഇട്ടാലും കുഴപ്പമില്ല. y എന്നുള്ളത് 1y തന്നെയാണ്. 3y - 2y, 1y = 31 - 26, 5. y = 5 കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കാണണം. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. നമുക്ക് ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും ഈ വൈയുടെ വാല്യൂ കൊടുത്തിട്ട് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നോക്കി, ഇതൊക്കെ 2xും പിന്നെ ഇവിടെ 2x plus 3y അങ്ങനെയൊക്കെ. ഇതാണെങ്കിൽ x plus y എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. y = 5 എന്നുള്ള വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ x plus y എന്താണ്? 5 = 13. Therefore x = 13 - 5, 8. അപ്പൊ എക്സും കിട്ടി, വൈയും കിട്ടി. എന്താണ് എക്സ്? ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ് എക്സ്, ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ് വൈ. ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ. അപ്പൊ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയല്ലോ. ലെങ്ത് ഓഫ് first rectangle 8 centimeter. Breadth of first rectangle 5 centimeter. അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും രണ്ടും നമുക്ക് കിട്ടി. 8 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും. Next problem, when a
Small vessel was filled and emptied 5 times and a big one 2 times into a bucket. It contains 20 liters. Instead, when this was done twice with the small vessel and thrice with the big, it contained only 19 liters. How much can each vessel hold? അപ്പോൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് വെസൽസ് ഉണ്ട് അല്ലേ, രണ്ട് വോളിയുള്ള രണ്ട് വെസൽസ്. അതിൽ വെള്ളം എടുത്തിട്ട് ഒരു ബക്കറ്റിലേക്ക് നിറയ്ക്കണം. ഒരു ചെറിയ വെസലും ഒരു വലിയ വെസലും. ഇതിൻ്റെ വോളിയം എക്സ് ആയിട്ട് എടുക്കാം, ഇതിൻ്റെ വോളിയം വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെൻ എ സ്മോൾ വെസൽ വാസ് ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ് 5 times ആൻഡ് എ ബിഗ് വൺ 2 times ഇൻ ടു എ ബക്കറ്റ്. ഈ ബക്കറ്റിലേക്ക് ഈ വെസലിൻ്റെ 5 times, അപ്പോൾ ഇതിൻ്റെ വോളിയം എക്സ് ആണ്, അതായത് അതിൻ്റെ ഉള്ളളവ്, അതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എക്സ് ആണ്. അതാണ് നമ്മൾ വോളിയം എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ 5 times എന്ന് പറയുമ്പോൾ ഇതിലെത്ര വരും, നമ്മൾ 5x ആണ് ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം. ഈ വെസൽ കൊണ്ട് 5 times 5x. ഇനി സെക്കൻഡ് വെസലുണ്ട് ബിഗ് വൺ 2 times, ഇതുകൊണ്ട് 2 times, ഇതിൻ്റെ വോളിയം y ആണ്, അപ്പം 2y. ചെറിയ വെസൽ കൊണ്ട് 5 times വലിയ വെസൽ കൊണ്ട് 2 times ഒഴിക്കുമ്പോൾ, അതായത് 5x and 2y, എത്ര ലിറ്റർ ആണ് അപ്പോൾ ബക്കറ്റിൽ ഉണ്ടാവുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് 20 liters. അപ്പോൾ ഇതിൽ ഉള്ള വെള്ളത്തിൻ്റെ വോളിയം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് 20 liter ആണ്. ഈ പ്രോബ്ലം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും അത് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി അതിൽ എളുപ്പമാണ്. അതായത് ചെറിയ വെസൽ കൊണ്ടും വലിയ വെസൽ കൊണ്ടും ഒരു ബക്കറ്റിലേക്ക് വെള്ളം നിറയ്ക്കുന്നു. ചെറിയ വെസൽ കൊണ്ട് 5 times വലിയ വെസൽ കൊണ്ട് 2 times. അപ്പം നമ്മൾ ഇതിൻ്റെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുക. ആദ്യത്തേൻ്റെ വോളിയം എക്സും രണ്ടാമത്തേൻ്റെ വോളിയം വൈ ആയിട്ടും. അപ്പോൾ ഇത് 5 times എന്ന് പറയുമ്പോൾ 5x, ഇത് 2 times എന്ന് പറയുമ്പോൾ 2y. അങ്ങനെ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 20 liter ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, 5x + 2y = 20 liter ആണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻസ്റ്റെഡ് വെൻ ദിസ് വാസ് ഡൺ ട്വൈസ് വിത്ത് ദ സ്മോൾ വെസൽ. അതായത് ഇതിന് പകരം ഇതുകൊണ്ട് 2 times ആണെങ്കിൽ, അപ്പോൾ ഇവിടെ 2x. ഈ ചെറിയ വെസൽ കൊണ്ട് 2 പ്രാവശ്യവും അതുപോലെ വലിയ വെസൽ കൊണ്ട് എത്രയാണ്? ത്രൈസ് വിത്ത് ദ ബിഗ്. അതായത് വലിയ വെസൽ കൊണ്ട് 3 times, ത്രൈസ് 3 ഇരട്ടി. അപ്പോൾ 3y. ഇതുകൊണ്ട് 2 times ഇതുകൊണ്ട് 3 times. അപ്പോൾ ഇവിടെ ടോട്ടൽ വരുന്ന വെള്ളം എത്രയാണ്? 2x + 3y. എത്ര ലിറ്റർ ആണെന്ന് ഇതിൽ പ്രോബ്ലത്തിൽ പറയുന്നുണ്ടല്ലോ, 19 liter. അപ്പോൾ ഇതിൽ വരുന്ന വെള്ളം, ഇതിൽ ഫില്ലാവുന്ന വെള്ളം 90 liter ആണ്. അപ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടി, എന്താണ്? 2x + 3y. 2x + 3y = 19. ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ 2 ഇക്വേഷൻ കിട്ടി. ഇനി സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്? കോഎഫിഷ്യന്റ് സെയിം ആക്കണം. ആദ്യം കോഎഫിഷ്യൻസ് എഴുതി നോക്കാം. XY ഫസ്റ്റ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് എക്സിൻ്റെ 5 ആണ്, വൈയുടെ 2 ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ 2 ആണ്, വൈയുടെ 3 ആണ്. ഇവിടെ നോക്കി ഒന്നിൻ്റെയും കോഎഫിഷ്യന്റ് സെയിം അല്ല. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തതിലും കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തെ ചെയ്തതിൽ ഒരു ഇക്വേഷന് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ കോഎഫിഷ്യന്റ് ആകുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? അങ്ങനെ പറ്റില്ല. ഇത് 5ഉം ഇത് 2ഉം ആണ്. ഇങ്ങനെ വരുമ്പോൾ ഈ 2 ഇക്വേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് ഈക്വൽ ആക്കേണ്ടതെങ്കിൽ ഇവിടെ ഞാൻ 2 ഇൻറ്റു ചെയ്ത്, അപ്പോൾ ഇതെന്താ 10 ആയി. ഇവിടെ ഞാൻ 5 ഇൻറ്റു ചെയ്ത്, അപ്പോൾ 10 ആയില്ലേ? രണ്ടും 10 ആയി, കോഎഫിഷ്യന്റ് സെയിം ആയി. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പറാണല്ലോ വരുന്നത് ഇവിടെ. അപ്പം ഇവിടെ 5 ആണെങ്കിൽ ഈ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 അല്ലേ, അപ്പം ഈ നമ്പർ കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫുൾ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 5 ആണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ ഇതിന് ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഇത് 10x ആവും. രണ്ടാമത്തെ ഇക്വേഷനെ ഇൻറ്റു 5 ചെയ്യുമ്പോൾ ഇത് 10x ആവും. അപ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 × 5 10x
പ്ലസ് 2 ഇൻറ്റു 2 4y 2 ഇൻറ്റു 2 40 ഇക്വേഷൻ നമ്പർ 3. ഇനി തീർന്നില്ല, രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യണ്ടേ? ഇവിടെ 10 ആക്കണം. ഇക്വേഷൻ നമ്പർ 2 ഇൻറ്റു ഇവിടെ 2 അല്ലേ, അപ്പോൾ 5. അത് കിട്ടുന്നത് ഇതിനെ ഈ കോഎഫിഷ്യൻറ്റിനെ ഇതുകൊണ്ടും ഈ കോഎഫിഷ്യൻറ്റിനെ ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ അതായത് LCM എടുക്കാമെന്ന് പറയും, ഒരേ നമ്പർ വരും. ഇവിടെ എന്ത് വരും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x പ്ലസ് 3 ഇൻറ്റു 5 15y. ഇൻറ്റു 5 95. അത് ഇക്വേഷൻ നമ്പർ 4. ഇനി നോക്കിയേ, ഇവിടെ നോക്ക്, കോഎഫിഷ്യൻ രണ്ടും സെയിം ആയില്ലേ? രണ്ട് ഇക്വേഷനിലും 10x ആയി. അപ്പം നമുക്കിവിടെ നാലാമത്തേതിൽ നിന്ന് മൂന്നാമത്തേത് മൈനസ് ചെയ്യാം, കാരണം ഇവിടെ 95 ആണല്ലോ വലുത്. അപ്പോൾ ഇതൊന്നുകൂടെ താഴോട്ട് എടുത്ത് എഴുതുകയാണ്. 10x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 40. അത് ഇക്വേഷൻ നമ്പർ 3. ഇനി എന്ത് ചെയ്യണം? 4 മൈനസ് 3 gives 10x minus 10x 0. 15 minus 4 15 മൈനസ് 4 എത്രയാണ്? 11. 11y is equal to 95 minus 40 55. 11y is equal to 55. Therefore y is equal to 55 divided by 11 5. y കിട്ടി. y എന്താണ്? 5. അതായത് രണ്ടാമത്തെ വെസലിൻ്റെ വോള്യം 5 ലിറ്റർ. ഇനി നമുക്ക് എക്സ് കാണാം, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂ കൊടുക്കണം. y is equal to 5 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 5x പ്ലസ് 2y 2 ഇൻറ്റു 5 is equal to 20. 5x is equal to 20. 5x plus 10 is equal to 20. 5x is equal to 20 minus 10 10. x is equal to 10 by 5 2. അപ്പം നമുക്ക് ആൻസർ എടുത്ത് എഴുതാം ഓരോ വെസലിനും അല്ലേ? സ്മോൾ വെസലിൽ എത്ര ലിറ്റർ ആണ്? 2 ലിറ്റർ. വോളിയം ആണല്ല അതിൻ്റെ അളവ്, അല്ലെങ്കിൽ സ്മോൾ വെസൽ വോളിയം ഓഫ് സ്മോൾ വെസൽ 2 ലിറ്റർ. വോളിയം ഓഫ് ബിഗ് വെസൽ 5 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. ദ പ്രൈസ് ഓഫ് 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? പ്രൈസ് ഓഫ് ഓറഞ്ച് എക്സ് ആയിട്ടും പ്രൈസ് ഓഫ് ആപ്പിൾ വൈ ആയിട്ടും എടുത്ത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 kilogram ഓറഞ്ചും 3 kilogram ആപ്പിളും. ഇപ്പം 2 kilogram ഓറഞ്ചിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 3 kilogram ആപ്പിൾ 3y. അതിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ട് 520 ഇക്വേഷൻ നമ്പർ 1. പിന്നെ പറഞ്ഞിരിക്കുന്നത് 3 kilogram ഓറഞ്ചും 2 kilogram ആപ്പിളും. അപ്പോൾ 3 kilogram ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 3x, 2 kilogram ആപ്പിൾ 2y. അതിൻ്റെ പ്രൈസ് എത്രയാണ്? 480. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് എഴുതി നോക്കാം. എക്സിൻ്റെ 2 വൈയുടെ 3. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ 3 വൈയുടെ 2. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ലേ? ഈ ഫസ്റ്റ് ഇക്വേഷന് നമ്മളിപ്പോൾ എക്സിൻ്റെയാണ് കോഎഫിഷ്യൻ്റ് സെയിം ആക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എല്ലാത്തിലൂടെ എക്സ് ആണ്, അങ്ങനെ ഇല്ല കേട്ടോ, വൈയുടെയും ആക്കി ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്താണ് 2-നെ ഇതിന് 3 കൊണ്ടും ഇതിന് 2 കൊണ്ടും. അപ്പോൾ ഇവിടെ 6 ആവും. അപ്പോൾ 3 ഇൻറ്റു ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുക, 2 ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ ചെയ്യുക. അത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടും എന്താണ്? 6 ആവും അല്ലേ? ഇവിടെ 2ഉം ഇവിടെ 3ഉം ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് 3 കൊണ്ടും സെക്കൻഡ് ഇക്വേഷന് 2 കൊണ്ടും. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു 3, ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് 6x പ്ലസ് 9y ഇസ് ഈക്വൽ ടു 520 ഇൻറ്റു 3. 520 ഇൻറ്റു 2 1560 വരും. 520 ഇൻറ്റു 3
1560 വരും. അത് ഇക്വേഷൻ നമ്പർ 3. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇൻറ്റു 2. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? 6x പ്ലസ് ഇവിടെ 4y. 480 ഇൻറ്റു 2 960. 960 വരും. അത് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നോക്കിയേ, ഈ ഇക്വേഷൻ 3ഉം 4ഉം നോക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആയി. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ നോക്കുക, ഇതാണ് വലുത്. അപ്പോൾ 3ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ നേരത്തെ ചെയ്ത കാൽക്കുലേഷൻ വളരെ സിമ്പിൾ. 3 - 4 ഈ ഒരു കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കിയിട്ടുള്ള ഈ സ്റ്റെപ്പിൽ നമ്മൾ എത്തണം. പിന്നെയുള്ള കാൽക്കുലേഷൻ എളുപ്പമാണ്. 6x - 6 0, 9y - 4y 5y. ഇനി 1560 നിന്ന് 960 മൈനസ് ചെയ്യണം. 600. Therefore y is equal to 600/5, 120. അപ്പോൾ y എന്തിൻ്റെ പ്രൈസ് ആയിരുന്നു? അപ്പം നമ്മൾ y എടുത്തത് ആപ്പിളിൻ്റെ പ്രൈസാണ് അല്ലേ? 1 കിലോഗ്രാം ആപ്പിളിൻ്റെ പ്രൈസ് 120 എന്ന് കിട്ടി. അതേപോലെ ഇനി y കിട്ടി, നെക്സ്റ്റ് കണ്ടുപിടിക്കുക. അതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ കുറച്ചും കൂടി സിമ്പിളാണ് അല്ലേ? അപ്പോൾ y is equal to 120 എന്നുള്ള വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു y, 3 ഇൻറ്റു 120 is equal to 520. 2x പ്ലസ് ഇത് 260 വരും, 360, 520. 2x is equal to 520 minus 360, 160 വരും. x is equal to 160 divided by 2, 80. x എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറഞ്ച്. അപ്പം 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെ പ്രൈസ് 80 റുപ്പീസാണ്. അപ്പം പ്രൈസ് ഓഫ് ഓറഞ്ചും ആൻസർ എടുത്തെഴുതാം. പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ഓറഞ്ച് 80 റുപ്പീസ്. പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ആപ്പിൾ 120 റുപ്പീസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക്